ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലേ നമ്മുടെ കിച്ചണിലെ സിങ്ക് ഇങ്ങനെ ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ധൃതിയിലൊക്കെ പണിയെടുക്കുമ്പോഴേക്കും അതിനകത്തേക്ക് വേസ്റ്റൊക്കെ പോയി അടിഞ്ഞു കൂടിയിട്ടൊക്കെയാണ് ഇടയ്ക്കൊക്കെ ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കിച്ചണിൽ സിങ്ക് ഇതേപോലെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ആദ്യം ഈ ഒരു കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് സിങ്കിൻ്റെ ആ ഒരു ബ്ലോക്കും പോയി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കിച്ചണിൽ ഇതേപോലെ സിങ്ക് ഇങ്ങനെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് അതിനകത്തെ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിനകത്ത് ഫുള്ള് വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇതേപോലെ എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു സ്റ്റിക്ക് എടുക്കുക. നമ്മൾ ഈർക്കിലുണ്ടെങ്കിൽ ഈർക്കിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതുപോലത്തെ ചെറിയൊരു സ്റ്റിക്ക് എടുക്കുക. അതിനുശേഷം ഇതേപോലെ പതിയെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ആ ഒരു ഹോൾസിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ കുത്തുമ്പോഴേക്കും കുറേശ്ശായിട്ട് ഇങ്ങനെ ആ ഒരു വേസ്റ്റ് വെള്ളം അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഒരു വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് കുത്താൻ പറഞ്ഞത്. അപ്പോൾ ഇത് വെള്ളം കംപ്ലീറ്റ് ഇതിന് പോയി കിട്ടണമല്ലോ, എന്നിട്ടല്ലേ നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിങ്ങനെ കുത്തിയിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ സിങ്കിനകത്തുള്ള വേസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് മാറ്റണം. അപ്പം നമുക്ക് കിച്ചണിൽ ഈ ഒരു സിങ്കിൽ വെക്കുന്ന ക്യാപ്പൊക്കെ കിട്ടും കേട്ടോ. ആ സിങ്കിൻ്റെ ആ ഒരു ഭാഗം, ഡ്രൈനേജിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാപ്പൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ബ്ലോക്കേജ് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ടാപ്പ് ഓൺ ചെയ്ത് നോക്കിയാലും നമുക്ക് വളരെ പതിയെയാണല്ലേ അതിനകത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. കുറേ സമയം എടുത്താണ് പോകുന്നത്, കാരണം അതിനകത്തോട്ടും ബ്ലോക്ക് ഉണ്ട് എന്ന് സാരം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നൊരു കാര്യമാണ് വിനീഗർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ യൂസ് ചെയ്യുന്ന വിനീഗർ. അപ്പോൾ വൈറ്റ് വിനീഗറാണ് കേട്ടോ. അതൊരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ അപ്പക്കാരോന്നും സോഡാപ്പൊടി എന്നൊക്കെ പറയുന്ന സെയിം സോഡ തന്നെയാണ് കേട്ടോ. ഈ ഒരു സോഡാപ്പൊടി നമുക്ക് വേണം. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഈ ഒരു ബ്ലോക്ക് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഡാപ്പൊടി ഇല്ലേ, ഈ ബേക്കിംഗ് സോഡ നമുക്ക് ആ ഒരു ഡ്രൈനേജിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഹോളിൻ്റെ ഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു വിനീഗർ, ആ ഒരു 1/4 കപ്പ് വിനീഗർ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ആ ഒരു റിയാക്ഷൻ അറിയാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിനീഗറും ഒരു ബേക്കിംഗ് സോഡയും കൂടി ആക്ടിവേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആയിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 15 മുതൽ ഒരു 20-25 മിനിറ്റെങ്കിലും ഇതേപോലെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക. അതേപോലെ തന്നെ ഇട്ടേക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് ബോയിലാവണം വെള്ളം. നന്നായിട്ട് ബോയിലായിട്ടുള്ള വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫിഷും അതേപോലെ തന്നെ മീറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ്, ആ കൊഴുപ്പൊക്കെ ഇല്ല, അതൊക്കെ പോയി ഇതിലേക്ക് ഇങ്ങനെ പറ്റിയിരിക്കും കേട്ടോ. അതിൻ്റെ അകത്തെ ഓസിലേക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇളകിപ്പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ ടാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേ നല്ല സ്മൂത്തായിട്ട് വെള്ളം പോകുന്നുണ്ട്. നമ്മുടെ ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട് സിങ്കിൻ്റെ. അപ്പോൾ ഇത് പുറമേ ഉള്ള ഒരു ബ്ലോക്കാണ് നമുക്കിപ്പോൾ മാറിയിട്ടുള്ളത് കേട്ടോ. ഒരു പക്ഷേ ഇതിന് അടിഭാഗത്തായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്താൽ മാത്രമേ അത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ആ ഒരു ബേക്കിംഗ് സോഡ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിങ്ക് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡയും വിനീഗറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. നല്ലതായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുന്നതാണ് നമ്മുടെ സിങ്ക് എങ്കിൽ കൂടി കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആ ഒരു ഗ്രിപ്പുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ അഴുക്കിങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തേച്ച് കളയാൻ പറ്റും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ആ ഒരു ബേക്കിംഗ് സോഡയുടെ പുറത്തേക്ക് കുറച്ചിങ്ങനെ ആ ഒരു വിനീഗർ ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, നമ്മൾ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സിങ്കിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സിങ്കൊക്കെ നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് വിനീഗറും അതേപോലെ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് നിങ്ങൾ കയ്യിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുക കേട്ടോ. ഗ്ലൗസ് ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, കാരണം നമ്മുടെ സ്കിന്നിനത് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കും. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വെട്ടിത്തിളങ്ങുന്നില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം യൂസ് ചെയ്തിട്ടൊന്നും നമ്മൾ കഴുകി കഴിഞ്ഞാൽ വൃത്തിയല്ല കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ സിങ്ക് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം നമ്മൾ ഒത്തിരി വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിലൂടെയല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് ക്ലീനായി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം കണ്ടെത്തിയിട്ട് ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ നമ്മുടെ സിങ്കൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.